ഘോഷിച്ച് KSEB ആരംഭിച്ച ഒരു സ്വപ്ന പദ്ധതിയുണ്ടായിരുന്നു. ഭൂതത്താൻകെട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് എന്നായിരുന്നു അതിന്റെ പേര്. സർക്കാരുകളുടെ അനാസ്ഥയും KSEBയുടെ കഴിവുകേടും കൊണ്ട് ഇന്ന് ഈ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. UDFിന്റെ ഭരണകാലത്താണ് ഭൂതത്താൻകെട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 232 കോടി രൂപ നിർമ്മാണ ചെലവ് വകയിരുത്തി 24 മെഗാവാൾട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കത്തക്ക വിധമാണ് പദ്ധതി വിഭാവനം ചെയ്തിരുന്നത്. 2016 ഓഗസ്റ്റ് മാസം മുതൽ ഇവിടെ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. 10 വർഷത്തിനിപ്പുറം പദ്ധതിയുടെ നടത്തിപ്പിനായി 500 കോടിയിലധികം രൂപ നഷ്ടം വരുത്തിയെന്നതല്ലാതെ നാളിതുവരെയായി ഒരു യൂണിറ്റ് വൈദ്യുതി പോലും ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2014 231 കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ട് ആ പദ്ധതി ശാശ്വതമായിട്ട് നടപ്പിലാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് 83.5 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബൾബ് ടർബൈൻ പദ്ധതിയുമായിട്ട് മുന്നോട്ട് വരികയുണ്ടായി. പക്ഷേ കഴിഞ്ഞ 11 വർഷക്കാലമായിട്ടും ഇത് യാഥാർത്ഥ്യമാക്കുവാനായിട്ട് ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. UDF ഗവൺമെന്റിന് ആ കാലങ്ങളിൽ കഴിഞ്ഞിട്ടില്ല. 1 വർഷം കൊണ്ട് പൂർത്തീകരിക്കുമെന്നായിരുന്നു അന്ന് ഉദ്ഘാടന വേളയിൽ പറഞ്ഞിരുന്നത്. പെരിയാറിലെ വെള്ളം കനാലിലൂടെ തിരിച്ചുവിട്ട് പവർ സ്റ്റേഷനിൽ എത്തിച്ച ശേഷം 8 വാൾട്ടിന്റെ 3 ബൾബ് ടർബൈനുകൾ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നതായിരുന്നു പദ്ധതി. ദീർഘനാളത്തെ നിർമ്മാണത്തിനൊടുവിൽ ഭൗതിക സാഹചര്യങ്ങൾ ഒരുങ്ങിയെങ്കിലും ജനറേറ്ററുകളും ടർബൈനുകളും ഇതുവരെ എത്തിച്ചിട്ടില്ല. ചൈനയിൽ നിന്ന് ഇവ എത്തിക്കാൻ നിലവിൽ 20 കോടിയിലധികം രൂപ ചിലവ് വരും. ഇതാര് വഹിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ പ്രധാന കാരണം സർക്കാർ അലംഭാവവും കരാർ കമ്പനിയുടെ കെടുകാര്യസ്ഥതയുമാണ്. കരാർ കമ്പനിയെ നിയന്ത്രിക്കാനോ മറ്റു മാർഗനിർദ്ദേശങ്ങൾ നൽകാനോ KSEBയും തയ്യാറായില്ല. UDF സർക്കാർ തുടങ്ങിവെച്ച പദ്ധതി തുടർന്നു കൊണ്ടുപോകാൻ LDF സർക്കാർ വിമുഖത കാണിച്ചുവെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. കോടികൾ മുതൽ മുടക്കുള്ള പദ്ധതി, കോടികൾ സർക്കാരിന് ലാഭമുണ്ടാക്കി തരുമായിരുന്ന പദ്ധതി. എന്നാൽ വകുപ്പിന്റെയും കരാർ കമ്പനിയുടെയും കെടുകാര്യസ്ഥതയിൽ ഈ കോടികളൊക്കെ ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. KSEBയുടെ നടക്കാതെ പോയ സ്വപ്നങ്ങളിൽ ഒന്നായി ഈ പദ്ധതി ഇന്നും അവശേഷിക്കുന്നു. ഗോപകുമാറിനൊപ്പം സുബിൻ തോമസ്, ജനം, ഇടുക്കി.